സാറേ, ഇ.പി. ജയരാജൻ ബി.ജെ.പിയുമായി ചർച്ച നടത്തിയതായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ ചർച്ചയുണ്ടായിരുന്നു. എന്തായാലും ഇ.പി. ജയരാജൻ എന്തായാലും ബി.ജെ.പിയുടെ ചാരനാണോ എന്നൊരു സംശയമുണ്ട്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്നേ ദിവസം വോട്ട് ഇട്ട് കഴിഞ്ഞ ശേഷം അയാൾ ഈ ഇ.പി. ജയരാജൻ പറഞ്ഞു, ഞാൻ ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ഒരു തുറന്നു പറച്ചിലുണ്ടായി. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് ഘട്ടം. ആ ദിവസം തന്നെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം. എന്തായാലും CPM-ന് ദോഷം വരുത്തുന്നതാണ് എന്തായാലും ഈ പ്രസ്താവനകൾ മുഴുവനും. അപ്പോഴാണ് എനിക്കൊരു സംശയം, എന്തായാലും BJP-യുടെ ചാരനാണോ ഇ.പി. ജയരാജൻ? അപ്പോൾ എന്തായാലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പാണ്. ചേലക്കരയിലും വയനാട്ടിലെ അങ്ങ് മാറ്റിവെക്കേ. അതിനകത്ത് CPM-ന് വലിയ നോട്ടമൊന്നുമില്ല. അവിടെ CPI-യുടെ സ്ഥാനാർത്ഥി LDF, അതെങ്ങനെ വന്നാലും അവർക്ക് പ്രശ്നമില്ല. അവിടെ പ്രിയങ്കയുടെ വിജയം അവരെങ്ങനെ അങ്ങ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ചേലക്കരയാണ്. അതിൽ നിന്നുകൊണ്ട് നമ്മൾ പോയാൽ ഇ.പി. ജയരാജൻ്റെ ആത്മകഥാ വിവാദം എന്ന് പറയുന്നത്, ഇത് ആത്മകഥ എഴുതുന്നു എന്ന് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് എന്നും പറയുന്നു. ഇത് ഇങ്ങനെ വാർത്ത വന്നു കഴിഞ്ഞാൽ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്, വാർത്താമാധ്യമങ്ങളെ കാണുന്നു. ഇത് ഞാൻ ആത്മകഥ എഴുതുന്നുണ്ട്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിത് ആർക്കും കൊടുക്കണമെന്നൊന്നും തീർച്ചപ്പെടുത്തിയിട്ടില്ല. ഏത് പബ്ലിഷർക്ക്? അതൊക്കെ ചർച്ചയാകുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെങ്ങനെ അറിയാം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ ഇത് അദ്ദേഹം അറിയാതെ ഇത് പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. എഴുതിയ ഭാഗം ഇതെന്തായാലും DC ബുക്സുമായിട്ട് കരാർ വെച്ചിട്ടുള്ളതാണ്. DC ബുക്സുമായിട്ട് എഗ്രിമെൻ്റ് വയ്ക്കാത്ത ഒരു കാര്യം DC പുറത്ത് വിടുമോ? ഇത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു നല്ല പങ്ക് എഴുതി തീർത്തിട്ടുണ്ട്, എഴുതി തീർത്ത ഭാഗം കൊടുത്തിട്ടുമുണ്ട്. ഇത് വളരെ ആസൂത്രണം ചെയ്ത് ഇന്നേ ദിവസം തന്നെ ഇതങ്ങ് പൊട്ടിച്ചതാണ്. ഇ.പി. ജയരാജൻ ഒരുപാട് അതൃപ്തിയുള്ള ആളാണ് പാർട്ടിയുടെ അതിനൊക്കെ മുമ്പ് ഒരുപാട് കാര്യമുണ്ട്. 2016 ഒന്നാം പിണറായി സർക്കാരിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുകയാണ്. ബന്ധു നിയമനത്തിന്റെ പേരിൽ അദ്ദേഹം പുറത്തുപോയി. അതെ, പുറത്തു പോയതിന് ശേഷം അദ്ദേഹത്തിന് തിരികെ വരാൻ തന്നെ കുറച്ച് സമയമെടുത്തു. അത് പിണറായി വൈകിപ്പിച്ചതാണ്. പിന്നെ 2021 തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരേണ്ട ആളെന്ന് പറയുന്ന ഇ.പി. ജയരാജനാണ്. അത് ആരിലേക്ക് പോയി? MV ഗോവിന്ദനിലേക്ക് പോയി. അപ്പം ഇങ്ങനെ അന്ന് മുതലേ അദ്ദേഹം ഇടഞ്ഞു നിൽക്കുകയാണ്. ഗവർണർക്കെതിരെ വലിയ സമരം നടക്കുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തത് LDF കൺവീനർ സ്ഥാനമാണല്ലോ. ഗവർണർക്കെതിരെ വലിയ സമരം നടക്കുന്ന സമയത്ത് അവിടെ രാജ്ഭവൻ്റെ മുമ്പിൽ വലിയ LDF എല്ലാവരും കൂടെ ധർണയാണ്. ഇ.പി. ജയരാജൻ മാറി നിന്ന് കളഞ്ഞു, അവധിയെടുത്തു. നിർണായക ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇ.പി. അങ്ങ് മാറി നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈ പ്രശ്നം തന്നെയാണ് പിണറായി. അതുപോലെ തന്നെ ഈ ഗോവിന്ദന്റെ ഒരു കേരള യാത്ര ഉണ്ടായിരുന്നു, അതിൽ നിന്നും കേരള യാത്രയിൽ പങ്കുചേർന്നില്ല. പിന്നെ വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ വെച്ച് അദ്ദേഹം ചേരുകയും ചെയ്തു. പിന്നെ പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്നുള്ള വിവരം, അല്ലേ? പ്രകാശ് ജാവദേക്കർ തൻ്റെ വീട്ടിൽ വന്നു എന്നുള്ള വിവരം തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമല്ലേ ഇത് പുറത്തു വിടുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ പോകുന്ന ഫലം എന്ന് പറയുന്നത് ചില്ലറയല്ല എന്ന് ഇ.പി. ജയരാജൻ അറിയാം. അദ്ദേഹത്തിൻ്റെ റിസോർട്ട് വൈദേഹം, അദ്ദേഹത്തിന് ഇപ്പോൾ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ റിസോർട്ട് അദ്ദേഹത്തിൻ്റെ മാത്രമല്ലത്, പാർട്ടിയുടേതാണ്. പാർട്ടിക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നാണ് കണ്ണൂരിലെ ഈ വൈദേഹം റിസോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും ഇതിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് വ്യക്തമല്ലേ? അതുകൊണ്ടല്ലേ ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ അത് നിഷേധിക്കുന്നു. ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് ഒന്ന്, പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ വലിയ വിവാദമാകും, ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. ഇ.പി. ജയരാജൻ പാർട്ടിയെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ തന്നെ മടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഇടയ്ക്ക് പറഞ്ഞതാണ് BJP-യിലേക്ക് പോകുന്നു, ഗവർണർ സ്ഥാനം വരെ. അത് മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനം തന്നെ കൊടുത്തിരിക്കുന്നു. ഇ.പി. ജയരാജന് വലിയ ഭീഷണി ഉണ്ടായി കണ്ണൂർ ഭാഗത്ത് നിന്ന്, അങ്ങനെ പിന്മാറ്റം നടത്തിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇ.പി. ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ന് ഈ പുസ്തകത്തിനകത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി, രണ്ടാം പിണറായി സർക്കാർ പക്ക പരാജയമാണ് എന്നുള്ളത്.
ഒക്കെ പരാജയമാണെന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്. എന്തായാലും ഒരാൾ തുറന്നു പറയാൻ ധൈര്യം കാണിച്ചു. അൻവർ പറഞ്ഞില്ലേ, അൻവർ പിന്നെ പാർട്ടി സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ചു പോയതാണ്. EP അതല്ലല്ലോ, മുതിർന്ന നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം ഒക്കെ ആയിട്ടുള്ള ഒരാള് ഇത് പറയുമ്പോൾ ആ വിവരം അത് തെരഞ്ഞെടുപ്പിൻ്റെ ചേലക്കര നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ചേലക്കര എന്ന് പറയുന്നത് 99 മുതൽ CPM-ന്റെ കൈപ്പിടിക്കുള്ളിൽ നിൽക്കുന്നതാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. കെ രാധാകൃഷ്ണൻ്റെ പേരിലൂടെ തന്നെ അറിയപ്പെടുന്ന മണ്ഡലമാണ്. അങ്ങനെ നിൽക്കുന്ന മണ്ഡലത്തിൽ ഇനി ഒരു പിണറായി വിരുദ്ധ തരംഗം അതിശക്തമായിട്ടുണ്ടാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇത് രാവിലെ തുടങ്ങിയതാണ്, ഈ പുസ്തകത്തിന്റെ പേരിലുള്ളത്. എന്തായാലും ഈ വോട്ടർമാർക്കുള്ള സന്ദേശമാണോ അത്? വോട്ടർമാര് ക്യൂ നിൽക്കുകയാണ്. ഇത് വാർത്ത എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്, സജീവമായ ചർച്ചയായി മാറിയിരിക്കുകയാണ്. വോട്ടർമാർക്കുള്ള സന്ദേശമാണ്. EP ജയരാജൻ തന്നെ പറയുന്നു, ഈ പിണറായി സർക്കാർ ഈ മോശമാണെന്ന രീതിയിൽ പുറത്തു പറയാണ് ഈ ആത്മകഥയിലൂടെ, അല്ലേ? അപ്പോൾ ആ സന്ദേശമാണ് ഇത്. പിന്നെ കണ്ണൂരിലെ ജയരാജാക്കന്മാർ വലിയ സ്ഥാനമാണ് പാർട്ടിക്കകത്തുള്ളത്. അതിലൊരു നടുനായകത്വം വഹിക്കുന്ന ആളാണ് EP ജയരാജൻ. EP ജയരാജൻ്റെ അതൃപ്തി മുഴുവനാണ് വന്നിരിക്കുന്നത്. EP ജയരാജൻ ഇക്കാര്യത്തിനകത്ത് ഈ ഒരു കാര്യം ഓർക്കണം, പാർട്ടിയെ പല നിർണായക ഘട്ടങ്ങളിലും വേണ്ട തരത്തിൽ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാനായിട്ട് EP ജയരാജന് കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ദേശാഭിമാനി പത്രത്തിൻ്റെ ഒക്കെ സർക്കുലേഷൻ കൂട്ടിയെടുക്കുന്നതിലും ദേശാഭിമാനി പത്രത്തിനൊരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്നതിനും തിരുവനന്തപുരത്തെ യൂണിറ്റൊക്കെ ശക്തിപ്പെടുത്തുന്നതിലും ഒക്കെ EP ജയരാജൻ്റെ പങ്ക് വളരെ പ്രധാനമാണെന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിൽ അദ്ദേഹം അതിസമർത്ഥനായിട്ടുള്ള ആളാണ്. പിന്നെ ഈ ഒരുതരം കടുംപിടുത്തമൊന്നുമില്ല, ഈ ശാഠ്യക്കാരനും അല്ല. മാധ്യമങ്ങളോടൊക്കെ വളരെ സൗഹാർദ്ദത്തോടു കൂടി പെരുമാറുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അതാർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ അപ്പോൾ പോലും അതിൻ്റേതായ രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്തായാലും ഇതിനടിയിൽ മറ്റൊരു വർക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇന്നേ ദിവസം ലീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അത്? ഈ ചേലക്കരയിലെ പാർട്ടിയെ വെട്ടിലാക്കുക. ഇനി പാലക്കാട് അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. പാലക്കാട് പിന്നെ നമുക്ക് എടുക്കണ്ട. അവിടെ സരിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. സരിന് അപ്പോൾ ശരിയാണ്, എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെ എഴുതി തീരാറായിട്ടുണ്ട്. സരിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ഇപ്പോഴുണ്ടായതല്ലേ. അപ്പോൾ പാർട്ടിയെ വെട്ടിലാക്കുക. സരിന് ഇനി അപ്പോൾ CPM പാലക്കാട്ട് കെട്ടിവെച്ച പണം കിട്ടുമോ എന്നുള്ള കാര്യം സംശയമായിരിക്കും. കാരണം ഇതിൻ്റെ പ്രതിഫലനം അവിടേക്ക് വരികയാണ്. അവിടെ 20-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ എന്തായാലും ജയരാജൻ ഒന്നുകൂടി ഇങ്ങനെ മുറുക്കി കൊണ്ടുവന്നിരിക്കുകയാണ് പാർട്ടിയെ. അതിന് ഇനിയിപ്പോൾ MP ഗോവിന്ദൻ എന്ത് മറുപടി ആയിരിക്കും പറയുന്നത്? MP ഗോവിന്ദൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് PP ദിവ്യയുടെ വിഷയത്തിൽ, ഞാനാണ് അവസാന വാക്ക്, ഞാനാണ് പറയുന്നത് ശരി എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ EP ജയരാജൻ വിഷയത്തിൽ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുന്നത്? അല്ലെങ്കിൽ പിണറായി വിജയൻ ഏത് തരത്തിലായിരിക്കും? പിണറായി വിജയൻ ഇപ്പോഴെങ്കിലും വാ തുറക്കാൻ പോകുന്നില്ല. അദ്ദേഹം പലയിടങ്ങളിലും നിശബ്ദത പാലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഉറപ്പാണ്, പാർട്ടി വെട്ടിലാണ്. ഇനി ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. നമ്മൾ മറ്റൊരു പുസ്തകമുണ്ട് പി ജയരാജൻ്റെ. അല്ല, ഇതിപ്പം മാർക്കറ്റിംഗ് തന്ത്രമാണെങ്കിൽ അത് ആ പബ്ലിഷറുടെ കഴിവ്. എന്തായാലും അതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, ഉള്ള കാര്യമല്ലേ. അപ്പോൾ പുസ്തകം പ്രസാധകൻ്റെ തന്ത്രമായിരിക്കാം ഇതിനകത്തുള്ള പുസ്തകം. എനിക്ക് തോന്നുന്നു മുഴുവൻ എഴുതി കഴിഞ്ഞ് കാണത്തില്ല, ഏതാണ്ട് നല്ലൊരു പങ്ക് എഴുതി തീർത്തിട്ടുണ്ട്. അത് പ്രിന്റിങ്ങിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് രവി DC അത് ചോർത്തി എന്ന് പറഞ്ഞാൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ സമയത്ത് മാധ്യമങ്ങൾ ജയരാജന്റെ ബൈറ്റ് എടുക്കാൻ പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു തുറന്നു പറച്ചിലുണ്ടാകുന്നത്. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ആത്മകഥയിലൂടെ പുറത്തുവിടുമെന്ന്.
എന്തായാലും ആ ബുക്കാണ് നിലവിൽ വീണ്ടും വിവാദമായിരിക്കുന്നത്. അത് ഡി സി അതിപ്പം ചോർത്ത് അത് അതിനകത്തുനിന്ന് പുറത്ത് വിട്ടിട്ടുണ്ട്. എഗ്രിമെന്റ് വെച്ചപ്പോഴൊന്നും ഇത് ഞാൻ എഴുതി തീർന്നിട്ട് പുറത്ത് വിടാവൂ എന്നൊന്നും അങ്ങനെയുള്ള ആ എഗ്രിമെന്റ് ഒന്നും ചിലപ്പോൾ അതിനകത്ത് കാണത്തില്ലായിരിക്കും. അപ്പോൾ ഈ അവസരമാണ് പറ്റിയതെന്ന് പ്രസാധകനും വിചാരിച്ചിട്ടുണ്ട്. അയാൾ ബിസിനസ്സുകാരൻ. നമ്മൾ എഴുതി തീർന്നിട്ട് മുഴുവനായിട്ട് കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. എഴുതുന്നതനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. അവർക്ക് അവിടെ പിന്നെ ഇത് DTP ചെയ്യണം, പിന്നെ പ്രൂഫ് എഴുതിയ ഭാഗം പ്രൂഫ് നോക്കണം. അങ്ങനെ മൊത്തമായിട്ട് എഴുതി തന്നെ കൊടുക്കുന്നവരുമുണ്ട്. എഴുതിയ ഭാഗം അങ്ങോട്ടങ്ങ് ഏൽപ്പിക്കും. കാരണം ഇതൊക്കെ പെട്ടെന്ന് ഇറങ്ങണമല്ലോ, ചൂടപ്പം പോലെ വിറ്റുപോകണമല്ലോ. അതിൻ്റെ തന്ത്രം അറിയാവുന്ന ആളല്ലേ DC. DC അറിയാം എങ്ങനെ പുസ്തകം ഇനിയിപ്പോൾ ചൂടപ്പം പോലെ വിൽക്കും. DC പണ്ടേ ഇതുപോലെ ചൂടപ്പം പോലെ ഒരുപാട് പുസ്തകങ്ങൾ വിറ്റ കഥകൾ വേറെയുണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. അത് സാറ് വാങ്ങുന്നുണ്ടോ? ഇല്ല, പുസ്തകം വാങ്ങണം. EP എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയേണ്ടത്. അത് നമുക്കിനി അടുത്ത ദിവസം മുതൽ ചർച്ച ചെയ്യാനുള്ളതുമാണ്.